പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദി മുതൽ എന്നേക്കും ആമീൻ. നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഏവർക്കും സ്നേഹവന്ദനം. സങ്കീർത്തന പുസ്തകം നാം വായിക്കുമ്പോൾ വഴിയിൽ പുത്രനെ ചുംബിക്കുവാനുള്ള ഒരു കൽപ്പന നാം വായിക്കുന്നു. 2-ാം സങ്കീർത്തനം 12-ാം വാക്യം, അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ, അവൻ്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും, അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ മരുഭൂയാത്ര, ഈ പ്രയാണം മുമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിനെ ലാക്കാക്കിക്കൊണ്ടുള്ള ഓടുവാനുള്ള ഓട്ടം, സ്ഥിരതയോടെ ഓടുവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണം. ഞങ്ങളുടെ പ്രവാസകാലം നല്ല പ്രത്യാശയോടെ തികപ്പാൻ തക്കവണ്ണം ഈ വചന കേൾവിയിലൂടെ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വഴിയിൽ വച്ച് നശിച്ച് പോകാതെ ഇരിപ്പാൻ, നമ്മുടെ ജീവിതം ഒരു വഴിയാത്രയാണ്. നാം ഈ ഭൂമിയിലൂടെ കടന്നു പോകുന്ന കേവലമായ യാത്രക്കാരായിരിക്കുകയാണ്. യാത്രയുടെ ലക്ഷ്യം നല്ലപോലെ പൊരുത ഓട്ടം തികച്ച് വിശ്വാസം കാക്കുന്ന അനുഭവമാകട്ടെ എന്ന് വിശുദ്ധ പൗലോസിനോട് ചേർന്ന് നമുക്കും ചിന്തിക്കാം. പോരാട്ടമുള്ളതായിരിക്കുന്ന വഴിയാത്രയിൽ നശിച്ചു പോകാൻ സാധ്യതകൾ ഏറെയാണ്. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനം പിമ്പിൽ സൈന്യത്തെ കണ്ട് ഭയപ്പെടുന്നു, അവർ ഭാരപ്പെട്ട് നിലവിളിക്കുന്നു. പക്ഷേ സമുദ്രത്തിൻ്റെ നടുവിലൂടെ വഴിയൊരുക്കി അവരെ വാഗ്ദത്ത നാട്ടിലേക്ക് വഴി നടത്തുന്ന ദൈവം അവരുടെ യാത്രയിൽ അവരോട് കൂടെ ഇരുന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുക. പകൽ മേഘസ്തംഭമായി അവർക്ക് സംരക്ഷണം നൽകുന്ന ദൈവസാന്നിധ്യം, രാത്രിയുടെ അന്ധകാരത്തെ മാറ്റുവാൻ തക്കവണ്ണം പ്രകാശമായി കൂടെയിരിക്കുന്ന ദൈവസാന്നിധ്യം, ആ വഴിയാത്രയിൽ നാശകരമായിരിക്കുന്ന ഒത്തിരി അനുഭവങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഇതാ അവർക്ക് ദാഹിക്കുന്നു, ദാഹജലമില്ല, വിശക്കുന്നു, വിശപ്പടക്കുവാൻ ആഹാരമില്ല. ഇവിടെയൊക്കെയും പിറുപിറുക്കുകയും കലഹിക്കുകയും ചെയ്യുന്ന ഒരു ജനസമൂഹം മോശ എന്ന മധ്യസ്ഥനിലൂടെ ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഈ മരുഭൂയാത്ര മുമ്പോട്ട് നയിക്കുകയാണ്. പിറുപിറുക്കുന്ന ജനത്തെ സർപ്പം ദംശിക്കുകയും അനേകർ മരിക്കുകയും ചെയ്യും. അവിടെയും ദൈവം ഒരു വീണ്ടെടുപ്പിനെ നൽകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. മരുഭൂയാത്രയാകുന്ന ക്രിസ്തീയ ജീവിതത്തിൽ ഈ വഴിയിൽ ഒട്ടനവധി പ്രതികൂല ഘടകങ്ങളുണ്ട്. നമ്മെ തകർത്ത് കളയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നാം ഏതൊരു പ്രത്യാശയിലാണോ ഈ ഓട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത്, ആ പ്രത്യാശയിൽ നിന്ന് നമ്മെ വലിച്ചെറിയുവാൻ തക്കവണ്ണം നമുക്ക് ചുറ്റും നിൽക്കുന്ന ദുഷ്ടാത്മസേനകളുണ്ട്. ആ ദുഷ്ടാത്മസേനകളോടുള്ള പോരാട്ട ജീവിതമാണ് നമ്മുടെ യാത്രയിൽ നാം നയിക്കേണ്ടതായിട്ട് വരുന്നത്. സ്നേഹിക്കപ്പെട്ട ദൈവജനമേ, വഴിയാത്രയിൽ നമ്മെ ബലപ്പെടുത്തുന്ന നാശകരമായ അനുഭവത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്ന ദൈവീക കൃപയിൽ നാം ആശ്രയം വെക്കണം. അവനിൽ, യേശുവിൽ, ദൈവത്തിൽ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. ഭാഗ്യകരമായിരിക്കുന്ന ഒരു ഓട്ടം തികയ്ക്കുവാനായി ഒന്നേ ചെയ്യേണ്ടതുള്ളൂ, സകലത്തിനും മതിയായവനായ നിൻ്റെ ദൈവത്തിൽ നീ പ്രത്യാശയുള്ളവനും അവന് ശരണം പ്രാപിക്കുന്നവനുമായി നിൻ്റെ ഈ പ്രയാണകാലം നീ തികയ്ക്കുവാനായി ശ്രമിക്കുക. മരുഭൂമിയിൽ തളർന്നു പോകാതെ ഓടുവാനുള്ള ബലം തരുന്നത് നിൻ്റെ ദൈവത്തിൻ്റെ കൃപയാണ്. ഏലിയാവിലേക്ക് നോക്കൂ.
അവൻ 40 രാവും 40 പകലും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം ദൈവം അവന് കൊടുത്തതായ ഒരു കഷ്ണം അപ്പത്തിലൂടെ ശക്തി ദൈവം പകരുന്നുണ്ട്. നമ്മുടെയും ജീവിതത്തിൽ ഈ ശക്തി സംഭരിക്കുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് പിതാക്കന്മാർ പറയുന്നു, വഴിയാഹാരവും തണ്ണീർ കുടികളോടും കൂടെ വേണം ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് നയിക്കുവാനെന്ന്. ഇവിടെ വഴിയാഹാരം എന്ന ഉദ്ദേശിക്കുന്നത് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളാണ്. നമ്മെ ജീവനിൽ നിലനിർത്തുന്നത്, നിത്യതയിലേക്ക് നമ്മെ നയിക്കുന്നതൊക്കെയും ക്രിസ്തുയേശുവിലുള്ളതായിരിക്കുന്ന വിശ്വാസവും അവൻ്റെ വചനങ്ങളെ അനുസരിച്ച് അവൻ്റെ പുതിയ ഉടമ്പടിയിൽ നിലനിന്നുകൊണ്ട് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എന്ന ദൈവിക വചന സത്യത്തിൽ അവൻ്റെ തിരുശരീര രക്തങ്ങൾ വഴിയാഹാരമായി നാം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഈ വഴിയാഹാരം ഇല്ലാതെ യാത്ര ചെയ്യുമ്പോൾ തളർന്നു പോകുവാനും നശിച്ചു പോകുവാനും സാധ്യതയുണ്ട് എന്ന് നാം തിരിച്ചറിയണം. അനവധി ജനങ്ങൾ ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുന്നവർ ജീവൻ്റെ ആഹാരം ഇല്ലാതെ കൊണ്ട്, വഴിയാഹാരം ഒരുക്കാതെ കൊണ്ട് ഈ ക്രിസ്തീയ പ്രയാണം നടത്തുന്നവരാണ്. കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തയോടെ പ്രയാണം ചെയ്യാതെ ഉപരിപ്ലവമായിരിക്കുന്ന ചില വികാരപ്രകടനങ്ങളിലൂടെ ദൈവീകത കണ്ടെത്തുകയും അതുതന്നെ ഏറ്റവും വലിയ ആത്മീയത എന്ന് ധരിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്ന അനേകരുണ്ട്. ക്രിസ്തു നമ്മിൽ വസിക്കുവാൻ തക്കവണ്ണം കർത്താവ് കൽപ്പിക്കുന്ന വചനം, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതിന് പ്രയാസമുള്ളവർക്ക് വിരിഞ്ഞു പോകാമെന്ന കർത്തൃവചനം. ഒരു വഴിയാഹാരം പുത്രനെ ചുംബിക്കുന്ന ഒരനുഭവമാണ്. തിരുശരീര രക്തങ്ങളുടെ അനുഭവം നാം സ്വീകരിക്കുന്നത് അത്രേ ഈ പുത്രനെ ചുംബിക്കുന്ന അനുഭവം എന്ന് പറയുന്നത്. വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിക്കുവാനായി നമുക്ക് സാധിക്കണം. അതേ ജീവനും ജീവൻ നൽകുന്നവനുമായ ദൈവാത്മാവ് നമ്മെ ഈ വഴിയാത്രയിൽ സഹയാത്രികനായി നയിക്കുമ്പോഴാണ് വഴിയിൽ പതിഞ്ഞിരിക്കുന്ന നാശകരമായിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് ഞാനും നിങ്ങളും വിടുവിക്കപ്പെടുന്നത്. യിരെമ്യാ പ്രവാചകൻ തൻ്റെ പ്രവചനത്തിൽ രേഖപ്പെടുത്തുന്നത്, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല പാത ഏതെന്ന് പഴയ വഴികളോട് ചോദിച്ചറിഞ്ഞ് അതിൽ നടപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവിന് വിശ്രാമമുണ്ടാകും. യിരെമ്യാ 6:16 അടിസ്ഥാനമാക്കിയാണ് ഞാനീ പറയുന്നത്. അതേ വഴികളിൽ ചെല്ലുക, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് ഏകമായി പറഞ്ഞിരിക്കുന്ന വഴികളിൽ ചെന്ന് എന്ന് പറയുമ്പോൾ ഈ ക്രിസ്തുവിനെ 2 കൊരിന്ത്യർ 11 പൗലോസ്ലീഹ സാക്ഷിച്ചിരിക്കുന്ന പ്രകാരം അപ്പോസ്തോലന്മാർ ഏൽപ്പിച്ചു തന്ന, അവർ പ്രസംഗിച്ചു തന്ന, അവർ പഠിപ്പിച്ചു തന്ന ക്രിസ്തുവിനെയല്ലാതെ വേറൊരു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന അനുഭവമുണ്ട്. ക്രിസ്തുവിൻ്റെ വചനങ്ങളെ അതായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വ്യതിചലിക്കുന്ന വിധത്തിൽ പഠിപ്പിക്കുകയും വിശ്വസിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതെല്ലാം കള്ളക്രിസ്തുക്കൾ എന്ന് വരുന്നു. ഇന്ന് ഈ ലോകത്ത് ഏകദേശം 38,000-ഓളം ക്രിസ്ത്യൻ ഡിനോമിനേഷനുകൾ ഉണ്ടെന്നാണ് കണക്ക്. ഇതൊക്കെയും ക്രിസ്തുവിനെ വ്യത്യസ്തമായ വിധത്തിൽ പ്രസംഗിക്കുന്നവരാണ്. അപ്പോസ്തോലന്മാരിൽ നിന്ന് വാമൊഴിയായി അവിടെ ഉപദേശങ്ങളിലൂടെ അവർ ഏൽപ്പിച്ചു തന്ന വിശ്വാസത്തെയും ക്രിസ്തുവിനെയും സ്വീകരിക്കുവാൻ തയ്യാറാകാതെ യുക്തിബോധത്തിൽ നിന്നുണ്ടാകുന്നതായ വിശ്വാസ സംഹിതകൾക്ക് പ്രാധാന്യം നൽകുമ്പോൾ ഓർക്കുക, ക്രിസ്തുവിനെ ചുംബിക്കുകയല്ല ചെയ്യുന്നത്, ക്രിസ്തുവിനെ ഒരു നിരൂപണ വിധേയമാക്കുകയാണ് ചെയ്യുന്നത്. അവൻ കൽപ്പിച്ച വചനങ്ങൾ
സംശയം കൂടാതെ അത് അപ്രകാരം തന്നെ ആണയിട്ട തിരുവചനങ്ങളെ സ്വീകരിക്കുമ്പോഴാണ് ക്രിസ്തുവിനോടുള്ള സഹയാത്ര നമുക്ക് സാധ്യമാക്കിയുള്ളൂ. പഴയ വഴികളിൽ ചെല്ലണം. ഇന്ന് അനേകായിരം പുതിയ വഴികൾ ദിനംതോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. ജനങ്ങൾ ഒരു വഴിയിൽ നിന്ന് മറുവഴിയിലേക്ക് ചാടിയും മറിഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. സ്ഥിരതയില്ലാതെ ഓടുന്നതല്ല ക്രിസ്തീയ ജീവിതം. സ്ഥിരതയോടെ ഓട്ടം ഓടണം. ആ വഴിയാത്രയിൽ സ്ഥിരതയുണ്ടാകുന്നതിനായി യേശു ക്രിസ്തുവിനെ നാം ശരണം പ്രാപിക്കുകയാണ് വേണ്ടത്. നല്ല പാത ഏതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പഴയ പാതയിലേക്ക് വരുവാനുള്ള പ്രവചനം നിവൃത്തിയാകുന്ന ഒരു കാലഘട്ടം നമ്മുടെ മുന്നിൽ സംജാതമായിക്കൊണ്ടിരിക്കുന്നു. മുൻകാലങ്ങളിൽ പൗരോഹിത്യത്തെയും പൗരോഹിത്യപരമായ ആരാധനയെയും പൈശാചികമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടിരുന്ന, അപ്രകാരം യേശുവിനെ പ്രസംഗിച്ചു കൊണ്ടിരുന്ന അനേക വ്യക്തികൾ, അവർ ഇന്ന് ഏതൊന്നിനെയാണോ ഒരു കാലത്ത് അവർ തള്ളിപ്പറഞ്ഞിരുന്നത്, ഏത് കുരിശിനെയാണോ ശാപമെന്നവർ വിശേഷിപ്പിച്ചിരുന്നത്, ആ കുരിശിനെ ഇന്ന് വഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ കുരിശിൻ്റെ തങ്ങളെ സ്വീകരിച്ചുകൊണ്ട് പൗരോഹിത്യപരമായിരിക്കുന്ന വിശ്വാസ അനുഷ്ഠാന ആരാധനകളിലേക്ക് മടങ്ങി വന്നിരിക്കുകയും വളരെ ശക്തമായി പൗരോഹിത്യ ശുശ്രൂഷ നടത്തുകയും ചെയ്യുന്ന കാഴ്ച, ഇത് യിരെമ്യാ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്തതായ പഴയ പാതകളെ അന്വേഷിച്ച് അതിൽ ചെന്നെത്തുവാനുള്ളതായിരിക്കുന്ന ഒരു തീരുമാനമാണ്. ഈ പഴയ പാതയിലേക്ക് വരുന്നതിൻ്റെ കാഹളധ്വനി മുഴങ്ങുന്നതായിട്ട് നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നുണ്ട്. ലോകത്ത് ഏറ്റവും പ്രശസ്തനായി തീർന്നിട്ടുള്ളതായിരിക്കുന്ന, ലോകം മുഴുവനും അറിയപ്പെടുന്നതായ മഹാനായ ഒരു സുവിശേഷകൻ, പേര് വെളിപ്പെടുത്തുന്നില്ല ഞാൻ, അദ്ദേഹം കത്തോലിക്ക തിരുസഭയോട് ചേരുവാൻ ആഗ്രഹിക്കുന്നു എന്നാണ് വാർത്ത. നോക്കുക, പ്രവാചകൻ അരുളി ചെയ്ത പ്രകാരം പഴയ പാതകളിലേക്ക് തിരിച്ചു വരുവാനുള്ള ഒരു കാലഘട്ടം സംജാതമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വിശ്രാമമുണ്ടാകണമെങ്കിൽ ഈ പഴയ പാതയിലേക്ക് തിരികെ വരുവാൻ നമുക്ക് സാധിക്കണം. അവിടെ കർത്താവിനെ ചുംബിക്കുന്ന അനുഭവമുണ്ട്. അവൻ്റെ തിരുശരീരരക്തങ്ങൾ അധരങ്ങളിലൂടെ സ്വീകരിക്കുന്നത് ഒരു ചുംബനമല്ലേ? യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ യാഗപീഠത്തിലെ കനൽ സ്വർഗ്ഗത്തിലെ ദൂതൻ കൊടിൽ കൊണ്ടെടുത്തു വന്ന് അത് യെശയ്യാവിൻ്റെ അധരങ്ങളിൽ തൊടുവിക്കുമ്പോൾ, ഇതാ നിൻ്റെ അകൃത്യം നീങ്ങി, നീ വിശുദ്ധനായി തീർന്നിരിക്കുന്നു എന്ന പ്രഖ്യാപനം അവിടെ നടത്തുകയാണ്. ഈ യാഗപീഠത്തിലെ കനൽ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളാണ്. ഈ ശരീരത്തെ ഒരു ദൂതൻ കൊടിലുകൊണ്ട് മാത്രം എടുക്കുന്നു. എന്തെന്നാൽ ദൂതന് സ്വന്തം കൈകൊണ്ടതിനെ സ്പർശിക്കുവാനോ അതിനെ അനുഭവിപ്പാനോ അർഹതയില്ല. ദൈവത്തിൻ്റെ കൃപ മനുഷ്യരിൽ വ്യാപരിച്ചിരിക്കുന്നത് കൊണ്ട് ഈ അഗ്നിയായിരിക്കുന്നവന് സ്വന്തം അധരങ്ങളാൽ ചുംബിക്കുവാൻ തക്കവണ്ണം, അധരങ്ങളിൽ സ്വീകരിക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ കൃപ മനുഷ്യവർഗത്തിന്മേൽ ചൊരിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദൂതന്മാരെക്കാൾ ഉയർന്നവരായ നാം, നമുക്ക് സേവകരായി ദൈവം തന്നിരിക്കുന്ന ദൂതന്മാർ കൊടിലുകൊണ്ട് കർത്താവിൻ്റെ ഈ ശരീരത്തെ എടുക്കുമ്പോൾ മൺമേരും ബലഹീനരുമായ നമുക്ക് അവനെ നമ്മുടെ അധരങ്ങളിൽ തൊടുവാനും സ്വീകരിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ അവനെ സ്വാഗതം ചെയ്യുവാനും സാധിക്കുന്നു. അതുകൊണ്ട് സ്നേഹിക്കപ്പെട്ട ദൈവജനമേ, ക്രിസ്തുവിനെ വഴിയിൽ വച്ച് ചുംബിക്കണം. പുത്രനെ ചുംബിക്കുന്ന ഒരു ജീവിതം എല്ലാ ദൈവമക്കളും പിൻപറ്റട്ടെ. ക്രിസ്തുവിനെ കേൾക്കുന്നതിലല്ല, ക്രിസ്തുവിനെ അറിയുന്നതിലല്ല, ക്രിസ്തുവിനെ വിശ്വസിക്കുന്നതിൽ മാത്രവുമല്ല, അവനെ ചുംബിക്കുന്ന അധരങ്ങളിൽ യേശുവിനെ, പുത്രനെ സ്വീകരിക്കുന്ന അനുഭവം ഉണ്ടാകണം.
പുത്രൻ്റെ ഓർമ്മയിലല്ല, പുത്രനെ യഥാർത്ഥ ശരീരരക്തങ്ങളെ ചുംബിക്കുന്ന, അനുഭവിക്കുന്ന വിശ്വാസ ജീവിതമാണ് നമ്മളിൽ നിന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് നാം പോയിരിക്കുന്ന പാതകൾ, ഇന്ന് യാത്ര ചെയ്യുന്നതായ വഴികൾ ക്രിസ്തീയ വിശ്വാസത്തിന് അനുസൃതമാണോ, കർത്തൃകൽപ്പനയ്ക്ക് അനുസൃതമായതാണോ എന്ന് ഓരോ വ്യക്തിയും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ വഴി തെറ്റുന്നതിനുള്ളതായിരിക്കുന്ന സാധ്യതകൾ ഇന്ന് വിപുലമായിട്ടുള്ളതാണ്. പ്രധാനമായും വിശ്വാസപരമായ തെറ്റ്. അപ്പോസ്തലന്മാർ പകർന്നു തരാത്ത യേശുവിനെ പരിചയപ്പെടുത്തുകയും കർത്തൃകൽപ്പനകൾക്ക് വിരുദ്ധമായ രീതിയിലുള്ള ഉപദേശങ്ങളാൽ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുകയും ചെയ്യുന്ന ഒരനുഭവം ഇവിടെ നാം ഓർക്കുക. രണ്ടാമത്, കർത്തൃകൽപ്പന പ്രകാരം നാം ജീവിക്കുന്നതിന് പകരം ലോകത്തിൻ്റെ വിളിയിൽ, ലോകത്തിൻ്റെ മോഹങ്ങളിൽ, ലൗകികമായിരിക്കുന്ന ചിന്തകളിൽ നാം നമ്മുടെ വഴിയിൽ നശിച്ചു പോകുന്നുണ്ട്. കാരണം മനുഷ്യനിൽ കുടികൊള്ളുന്നതായിരിക്കുന്ന, അവനിൽ തന്നെയുള്ളതായിരിക്കുന്ന പാപസ്വഭാവം എന്നത് മർത്യമായിരിക്കുന്ന അനുഭവമാണ്. അത് മൺമയമാണ്. അത് നമ്മുടെ ജഡത്തിൻ്റെ ഭാവമാണ്. ഈ ജഡത്തിൻ്റെ ഭാവത്തെ മരിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. അനവധി ജീവിതങ്ങൾ ജഡിക വികാരങ്ങൾക്ക് കീഴ്പ്പെട്ടിട്ട് പാപത്തിൻ്റെ ദാസന്മാരായി തീരുകയും അത് അവരുടെ ക്രിസ്തീയ ഓട്ടം നാശകരമായിരിക്കുന്ന ഒരു വഴിയിലായി തീരുകയും ചെയ്യുന്നില്ലേ? എത്രയോ ജീവിതങ്ങൾ ഈ ലോകത്ത് മദ്യപാനം കൊണ്ട്, മയക്കുമരുന്നുകൾ കൊണ്ട്, തിന്മയുടെ ശക്തിക്ക് കീഴ്പ്പെടുന്നത് കൊണ്ട്, അശുദ്ധി തങ്ങളുടെ ജീവിതത്തിൽ അവരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട്, ദുഷ്ടമായിരിക്കുന്ന വികാരങ്ങളുടെ അടിമകളായി, തിന്മയുടെ മൂർത്തിഭാവങ്ങളായി മാറിക്കൊണ്ടിരിക്കും. ഇവിടെയും നാം വഴിയിൽ വച്ച് നശിച്ചു പോകുന്നതായ അനുഭവമുണ്ട്. സാമ്പത്തികമായ കാര്യങ്ങളിൽ, ലൈംഗികമായ കാര്യങ്ങളിൽ, വ്യക്തിപരമായ രഹസ്യ ജീവിതത്തിൻ്റെ ഇരുട്ടറകളിൽ പലപ്പോഴും നാം നാശകരമായിരിക്കുന്ന പാതയിലൂടെയല്ലേ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ആഗമ്യയുള്ള മനുഷ്യന് സന്തോഷമുണ്ടോ? നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രകാശമുണ്ടോ? അതോ നീ ദുഃഖിതനും തകർന്നവനും നിരാശയുള്ളവനുമായിട്ടാണോ കഴിയുന്നത്? അനവധി ജീവിതങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകുന്ന ദുഃഖകരമായ കാഴ്ച നമുക്ക് വായിക്കുവാനും കാണുവാനും സാധിക്കുന്നുണ്ട്. അപകടങ്ങൾ കൊണ്ട് ഒത്തിരി പേർ മരിക്കുന്ന അനുഭവങ്ങളുണ്ട്. അത് കേവലമായ അപകടപരമായിരിക്കുന്ന ഒരു അനുഭവമാണ്. പക്ഷേ മനുഷ്യൻ സ്വയം തന്നിൽ തന്നെ സൃഷ്ടിക്കുന്ന അപകടകരമായിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ അവൻ്റെ നാശകരമായിരിക്കുന്ന അനുഭവങ്ങളായും നിലനിൽക്കുന്നുണ്ട്. തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ, നന്മ ചെയ്യുവാൻ പഠിപ്പീൻ എന്ന് ഇസ്രായേൽ ജനത്തോട് യെശയ്യാ മുഖാന്തരം അരുളി ചെയ്ത ദൈവം, നന്മ തിന്മകളെക്കുറിച്ച് തിരിച്ചറിയുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും തന്ന ദൈവം, നന്മയേതെന്നും തിന്മയേതെന്നും രക്ഷയേതെന്നും ശിക്ഷയേതെന്നും വ്യക്തമാക്കി തന്നിരിക്കുന്ന ദൈവം, ഞാൻ ഇന്ന് നല്ലതായതും തീയതായതും നന്മയായതും തിന്മയായതും നിൻ്റെ ഇടത്തും വലത്തുമായിട്ട് വയ്ക്കുന്നു. നാശകരമായിരിക്കുന്ന വഴി നിൻ്റെ ഇടത്തും ജീവൻ്റെ വഴി നിൻ്റെ വലത്തുമായിട്ടുണ്ട്. നീ ഏതിനെ തിരഞ്ഞെടുക്കും? ദൈവത്തെങ്കിലേക്ക് വരുവാൻ നിനക്ക് മനസ്സുണ്ടോ? നിന്നെ തന്നെ ഒന്ന് താഴ്ത്തി നിൻ്റെ ഹൃദയത്തിൻ്റെ ആന്തരികമായിരിക്കുന്ന അശുദ്ധിയിൽ നിന്ന്, നിൻ്റെ അകമയുള്ള അന്ധകാരത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന്, ദുഷിച്ച ജീവിതപാതയിൽ നിന്ന് ദൈവത്തിൻ്റെ ഈ അത്ഭുത പ്രകാശത്തിലേക്ക് കടന്നു വരുവാൻ ഈ വഴിയാത്രയിൽ നീ ആഗ്രഹിക്കുന്നു എങ്കിൽ
ദൈവവചനം ശ്രദ്ധയോടെ വായിക്കുകയും അത് മുറുകെ പിടിക്കുകയും ചെയ്യുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നിനക്ക് ആലോചന തരികയാണ്. മോശയെ മിസ്രയീമിൽ നിന്നുള്ള തൻ്റെ ജനത്തെ കൊണ്ടുവരുവാനായി ചുമതലപ്പെടുത്തിയതായ ദൈവം ആ കനാൻ ദേശത്തേക്ക് മോശ കടന്നു പോകാത്ത ഒരവസ്ഥ നിലവന്നപ്പോൾ അവനുശേഷം യോശുവായെ തെരഞ്ഞെടുക്കുന്നു. യോശുവായെ ദൈവം തെരഞ്ഞെടുത്തിട്ട് നീ പോകുന്ന വഴിയിലൊക്കെയും എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരുമെന്ന് ദൈവം കൽപ്പിക്കുമ്പോൾ ഒരേ ഒരു വ്യവസ്ഥയാണ് യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ നാം വായിച്ച് ദൈവം യോശുവയോട് കൽപ്പിച്ചതായി കാണുന്നു. അതെ, എൻ്റെ ദാസനായ മോശ നിനക്ക് തന്നിട്ടുള്ളതായിരിക്കുന്ന കൽപ്പനകൾ, ന്യായപ്രമാണങ്ങൾ അതൊന്നും നീ ലംഘിക്കാതെ അതിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ നീ വ്യതിചലിക്കാതെ രാവും പകലും നിൻ്റെ ഹൃദയത്തിൽ, നിൻ്റെ നാവിന്മേൽ നീ അതിനെ ഏറ്റുപറഞ്ഞുകൊണ്ട് നിൻ്റെ ദൈവത്തെ നീ നിൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകളെ നീ പാലിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നുവെങ്കിൽ നീ കാല് വയ്ക്കുന്നവിടൊക്കെയും ശുഭമായിരിക്കുമെന്നത്രേ യോശുവയോട് കൽപ്പിക്കുന്നതിൻ്റെ സാരം. നമ്മുടെ വഴികൾ നമുക്ക് സംതൃപ്തി തരുവാൻ, നമ്മുടെ യാത്രകൾ ശുഭമായി തീരുവാൻ, നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുവാൻ ഒന്നേ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ദൈവത്തിൻ്റെ പൈതലായി നീ നിന്നെ തന്നെ ദൈവസന്നിധിയിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുക എന്നുള്ളതാണത്. അവൻ്റെ കൽപ്പനകളിൽ നിലനിൽക്കുമ്പോൾ നീ അവൻ്റെ സ്നേഹിതനാണ്. അവൻ നിനക്ക് സ്നേഹിതനായിരിക്കുമ്പോൾ നിനക്ക് ശത്രുത വരുത്തുവാനായിട്ട്, നിനക്ക് ദോഷം വരുത്തുവാനായിട്ട്, നിൻ്റെ ജീവിതത്തിൽ നിനക്ക് തിന്മയുടെ ഒരു പ്രതികൂലങ്ങളും നിന്നെ നേരിടുവാൻ തക്കവണ്ണം നിങ്ങളെ കാക്കുവാനായിട്ട് നിൻ്റെ ദൈവം വിശ്വസ്തനും മതിയായവനുമാണ്. ആകയാൽ പോകുന്ന വഴി നാശത്തിൻ്റെ വഴിയാണോ അതോ ജീവൻ്റെ പാതയാണോ എന്ന് തിരിച്ചറിയുവാൻ, തിരുവചനം ശ്രദ്ധയോടെ ഉൾക്കൊള്ളുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും ആഹ്വാനം ചെയ്യുകയാണ്. ഒരിക്കൽ കൂടെ ഓർപ്പിക്കട്ടെ, അവനെ ശരണം പ്രാപിക്കുന്നവൻ ഭാഗ്യവാൻ. നീ വഴിയിൽ വച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിച്ചുകൊള്ളുവേൻ. അതെ, നിൻ്റെ അധരങ്ങളിൽ യേശുവിൻ്റെ ശരീരരക്തങ്ങൾ സ്പർശിക്കുവാൻ, അവനെ അനുഭവിപ്പാൻ കർത്താവ് നിനക്ക് കൃപ തന്നിരിക്കുക. പ്രിയപ്പെട്ട മകനെ, മകളെ, നീ തിരിച്ചറിയാതെ പോകല്ലേ. സ്വർഗീയ ദൂതന്മാർക്ക് പോലും അവകാശമില്ലാത്ത അതിഉന്നതമായിരിക്കുന്ന ഒരു അവകാശമാണ് ദൈവം നിനക്ക് തന്നിരിക്കുന്നത്. അത് നീ വഴിയാത്രയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ. ഏലിയാവിന് ദൈവം കാക്കയെ കൊണ്ട് കൊടുത്ത അപ്പത്തെ പോലെ അതിനേക്കാൾ അതിമഹത്തരമായിരിക്കുന്ന ജീവൻ്റെ ആഹാരമാണ്. ഒരു നിമിഷം തലവണക്കാം. കരുണാമയനായ ദൈവമേ, സ്വർഗസ്വപിതാവേ, സ്വർഗീയ ദൂതന്മാർക്ക് പോലും ലഭിക്കാത്ത ഒരു വലിയ പദവിയാണല്ലോ നിൻ്റെ ഏകപുത്രൻ്റെ തിരുശരക്തങ്ങളെ അനുഭവിപ്പാൻ തക്കവണ്ണം, അത് വഴിയാഹാരമായി സ്വീകരിപ്പാൻ തക്കവണ്ണം, അത് നിത്യജീവൻ്റെ ഭക്ഷണമായി സ്വീകരിപ്പാൻ തക്കവണ്ണം മന്മരായി ഞങ്ങളോട് നീ കരുണ ചെയ്തു. ആ കൃപയെ തിരിച്ചറിഞ്ഞ് നീ ഞങ്ങളുടെ വഴിയാത്രയിൽ സഹയാത്രികനായി ഞങ്ങൾ നിന്നെ കണ്ടുകൊണ്ടും സ്വീകരിച്ചുകൊണ്ടും നല്ല ഒരു തോട്ടം തികപ്പാൻ തക്കവണ്ണം ക്രിസ്തീയ ജീവിതം പൂർണ്ണതയിലെത്തിച്ചേരുവാൻ ഞങ്ങളെയും വചനക്കേൾവി മുഖാന്തരം സകലരെയും നീ സംഗതിയാക്കണം. ഞങ്ങൾ അങ്ങേക്കും ഞങ്ങളുടെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരയറ്റുന്നു, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.